നമസ്കാരം. നമ്മുടെ ശബരിമല കൊള്ളയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിയുടെ മരണം സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്ത അറിഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് കരുതിക്കൊണ്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് വളരെ പ്രമാദമായിട്ടുള്ളൊരു സംഭവമാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട പ്രതി മൂരാരി ബാബു, അതായത് ശബരിമല ദേവസ്വം ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസറായിട്ടിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാണ് എന്ന് രേഖപ്പെടുത്തിയൊരു വ്യക്തി. ആ ഒരു വ്യക്തി ഇന്ന് രാവിലെ, അതായത് 13/6/2026 ശനിയാഴ്ച വെളുപ്പിന് എറണാകുളത്തുള്ള അമൃത ഹോസ്പിറ്റലിൽ വെച്ച് മരണമടഞ്ഞു. അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ക്യാൻസറൊക്കെ അവസാന കാലഘട്ടത്തിലാണ് അറിഞ്ഞതെന്ന് പോലും പറയുന്നു. കാരണം ഈ ശബരിമല കൊള്ള നടക്കുമ്പോഴും അതിനുശേഷം SIT സംഘം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുമ്പോഴൊന്നും ഈ വിവരങ്ങളൊന്നും കാര്യമായിട്ട് പുറത്തേക്ക് വന്നിരുന്നില്ല. അദ്ദേഹത്തിന് പോലും അറിവില്ലായിരുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് പോലും അറിവില്ലായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ച് ഉള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനു മുമ്പ് തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കാരണം ശബരിമല കൊള്ളയിലെ ഒരു പ്രധാന പ്രതിയായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന തസ്തിക വഹിച്ചിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അവിടുന്ന് രുദ്രാക്ഷമാല മോഷണം പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ അറിയാം. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ ദേവസ്വം ഓഫീസ് തീ കത്തിയ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ വലിയ ദുരൂഹതയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ അന്വേഷണം എവിടെ എത്താതെയൊക്കെ പോയിരുന്നു. സ്വാഭാവികമായിട്ട് ഇദ്ദേഹം എക്കാലവും CPMൻ്റെ അതിശക്തനായിട്ടുള്ള ഒരു വക്താവ് കൂടി ആയിരുന്നത് കൊണ്ട് തന്നെയാണ് പല ക്ഷേത്രങ്ങളിലെ ഭരണ ചുമതല വഹിച്ചിരുന്നത്. ഏറ്റുമാനൂർ ക്ഷേത്രം, വൈക്കം ക്ഷേത്രം, തിരുനക്കര ക്ഷേത്രം, അവിടെയെല്ലാം ഇദ്ദേഹം സ്പെഷ്യൽ ഓഫീസർ എന്ന തസ്തിക വഹിച്ചിരുന്നു. ശബരിമല ദേവസ്വം ബോർഡിൽ അദ്ദേഹം അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ എന്ന തസ്തിക വഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണത്തിനകത്ത് ഇദ്ദേഹം 2ാം പ്രതിയാണ്. അതുപോലെ തന്നെ കട്ടളപ്പാളിയിലെ സ്വർണ്ണ തട്ടിപ്പിനകത്ത് 6ാം പ്രതിയാണ്. അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്നെ 2 സെക്ഷനിൽ 2 കേസുകളിൽ ഒരു കേസിൽ 2ാം പ്രതിയും മറ്റൊരു കേസിൽ 6ാം പ്രതിയുമായിരുന്നു. എന്താണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ വളർച്ചയൊക്കെ പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടു പോയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ഒരു പോലീസ് ട്രെയിനിങ്ങിൽ ഒരു സാധാരണ കോൺസ്റ്റബിളായിട്ടുള്ള ട്രെയിനിങ്ങിൽ കയറി അത് ട്രെയിനിങ് പോലും പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആ ജോലി രാജിവെച്ച് അക്കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ഒരു സഹായിയായിട്ട് കൂടി അവിടുന്ന് പിന്നെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് വരുന്നു. അവിടുന്ന് പല പല ക്ഷേത്രങ്ങളിലെയും ഭരണങ്ങൾ കൈയാളുകയും പല പല വിവാദങ്ങളിലൊക്കെ ഇടപെടുകയും പല പ്രശ്നങ്ങളിലൊക്കെ ഉണ്ടാവുകയും അതിനുശേഷമാണ് ഏറ്റവും അവസാനം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന പ്രതിയായിട്ട് വന്നതും അറസ്റ്റ് ചെയ്യപ്പെട്ടതും ജയിലിൽ പോയതും മൂരാരി ബാബു. ഇപ്പം നമ്മൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് അതിനുശേഷം അദ്ദേഹത്തെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് ഇതെല്ലാം അയ്യപ്പ കോപമെന്നോ അയ്യപ്പ ശാപമെന്നോ എന്നൊക്കെ വേണമെങ്കിൽ ഒരു പരിധിവരെ പറയാം. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു കാര്യം അവർ ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുന്നില്ല. പക്ഷേ കാലത്തിൻ്റെ കാവ്യനീതി അങ്ങനെ ഒരു വാചകമെങ്കിലും നമുക്ക് പറയാനായിട്ട് തോന്നിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇത്രയും വലിയ സ്ഥാനമാനങ്ങളൊക്കെ വഹിച്ചിരുന്നപ്പോൾ പോലും കൂടെ പല വിവാദങ്ങളിലും പല കാര്യങ്ങളിനകത്തൊക്കെ ഇടപെട്ട് അതൊക്കെ വാർത്തയിൽ നടന്നു നിന്നിരുന്നു. പക്ഷേ അതെല്ലാം ഒതുക്കിപ്പോയിരുന്നു. അവസാന ശബരിമല കൊള്ളയിലാണെങ്കിൽ പോലും കൂടെ അതിൻ്റെ അവസാന ലാപ്പിലേക്ക് വന്നപ്പോൾ മാത്രമാണ് ഇദ്ദേഹമൊക്കെ തന്നെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടേണ്ടി വന്നത്. അതിനെല്ലാം ശേഷം ജയിലിൽ നിന്നിറങ്ങി ആഴ്ച പോലീസിൻ്റെ മുമ്പിൽ പോയി ഒപ്പിടേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തിന് ഇടയ്ക്കെല്ലാം അസ്വസ്ഥത അനുഭവപ്പെടുകയും വിദഗ്ധ ചികിത്സയുടെ ഒക്കെ പോയ സന്ദർഭത്തിലാണ് ഇദ്ദേഹത്തിന് ക്യാൻസർ 4ാം ഘട്ടം കടന്നു എന്നുള്ള വിവരങ്ങൾ അറിഞ്ഞതെന്നാണ് ഇപ്പോൾ വാർത്തയിലൂടെ നമുക്കറിയാനായിട്ട് സാധിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് രാവിലെ, അതായത് 13-ാം തീയതി ശനിയാഴ്ച വെളുപ്പിന് അമൃത ഹോസ്പിറ്റലിൽ വെച്ച് മരണമടഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. അതായത് ശബരിമല കൊള്ളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതി, 2.5 കോടി രൂപയ്ക്ക് വലിയൊരു ബംഗ്ലാവാണ് അദ്ദേഹത്തിൻ്റെ വീട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള മുതലുകളെ പറ്റിയൊക്കെ സ്വാഭാവികമായിട്ട് ആ കേസിൻ്റെ നാൾ വഴികളിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ
നമ്മളിവിടെ പറഞ്ഞ് നമുക്ക് പൊതുസമൂഹം പറയുന്നതും അതിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾ പറയാനുള്ളത് ഏകദേശം എത്രയെല്ലാം വാരി കൂട്ടിക്കഴിഞ്ഞാൽ, എത്രയെല്ലാം ബംഗ്ലാവുകൾ പണിത് കഴിഞ്ഞാലും കിടന്നുറങ്ങാൻ അവസാനം വെറും 6 അടി മണ്ണ് എന്ന് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് പോലെ ഇത്രയൊക്കെ എല്ലാം ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം. എന്തിന് ഇത്രമാത്രം വാരിക്കൂട്ടുന്നു? ഈ വാരിക്കൂട്ടുന്നവരൊക്കെ അതിനുശേഷം കിടന്നുകൊണ്ട് അനുഭവിക്കുന്ന ആ ഒരു തിക്താനുഭവം, ആ വാരിക്കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൃഗീയ സുഖം അങ്ങനെയാണല്ലോ. കാരണം അനധികൃതമായിട്ട് എന്ത് വാരിക്കൂട്ടി കഴിഞ്ഞാലും അതിപ്പം പണമാണെങ്കിലും മുതലാണെങ്കിലും സ്വത്തുക്കളാണെങ്കിലും ഇനി അതും അല്ലെങ്കിൽ വ്യാജ ഡിഗ്രികളാണെങ്കിൽ പോലും അതൊക്കെ കൈക്കലാക്കുമ്പോൾ കിട്ടുന്ന ഒരുതരം മൃഗീയമായൊരു സുഖം അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒറിജിനലായിട്ട് കിട്ടുന്നതാണെങ്കിൽ പിന്നെ അതിനകത്ത് ആനന്ദകരമായിട്ടുള്ള ഒരു സുഖമാണല്ലോ. ഇതങ്ങനെയല്ല, ഒരുതരം മൃഗീയമായിട്ടുള്ള ഒരു സുഖം. പക്ഷെ അതിനുശേഷം അനുഭവിക്കുന്ന തിക്താനുഭവം എന്ന് പറയുന്നത് വളരെ മൃഗീയം തന്നെയാണ്. അതിപ്പം പല ഭരണാധികാരികളും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നതിൻ്റെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ തന്നെ അതിൻ്റെ ഓരോരോ സംഭവവികാസങ്ങൾ ഇപ്പം നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയുകയല്ല എങ്കിൽ പോലും കൂടെ അതുകൂടെ നമുക്ക് പറഞ്ഞു പോകാനായിട്ട് തോന്നിക്കുന്നത് കൊണ്ടങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത്രയൊക്കെ ഉന്നത സ്ഥാനങ്ങളിലിരുന്ന് ഇങ്ങനെയൊക്കെ വാരി കൂട്ടിയ ഒരു വ്യക്തി പെട്ടെന്നൊരു സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ ഇപ്പം ഒന്നും അല്ലാതായി പോയി എന്നുള്ളൊരു കാര്യം ഒന്ന് പൊതുസമൂഹത്തിനോടൊന്ന് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ശബരിമല കൊള്ളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞ 2 കേസുകളായിട്ടാണ് വന്നത്. ഒന്ന് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം മോഷണം, മറ്റൊന്ന് കട്ടിളപ്പാളിയിലെ സ്വർണ്ണ മോഷണം. ഈ 2 കേസുകളിലും ദ്വാരപാലക ശില്പത്തിലെ 2ാം പ്രതിയും അതുപോലെ കട്ടിളപ്പാളി സ്വർണ്ണക്കൊള്ളയിലെ 6ാം പ്രതിയും, അങ്ങനെ 2 കേസുകളിൽ പ്രതിയായിരുന്ന മൂരാരി ബാബു ഇന്ന് വെളുപ്പിന് 13-ാം തീയതി ശനിയാഴ്ച വെളുപ്പിന് എറണാകുളത്തുള്ള അമൃത ഹോസ്പിറ്റലിൽ ക്യാൻസർ ബാധിതനായിട്ട് മരണമടഞ്ഞു. ആ ഒരു കാര്യം അപ്പോൾ അതിനകത്തുള്ള ആ സംഭവങ്ങളും നമ്മളൊരാൾ മരണപ്പെട്ട് കഴിഞ്ഞ് ഒരു കാരണവശാലും കുറ്റപ്പെടുത്തുന്നതോ അദ്ദേഹത്തിനെ ഒരു രീതിയിലും നമ്മൾ മോശക്കാരനാക്കി പറയുന്നതോ അല്ല. പക്ഷേ എങ്കിൽ പോലും ഈ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടും അതുപോലെ തന്നെ കാലത്തിൻ്റെ കാവ്യനീതി മറ്റുള്ളവർക്ക് ഇതെല്ലാം ഒരു പാഠങ്ങൾ എന്നുള്ള നിലയിലും കാണേണ്ടതുണ്ട് എന്ന് ഒന്ന് ഓർപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നന്ദി.